സിനിമയാണെന്ന് ഇപ്പോഴും നമുക്കൊരു ബോധ്യമായിട്ടില്ല. ഇത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന സിനിമയാണ്. പക്ഷേ മാസരംഗങ്ങളൊക്കെ ഉണ്ട്. ഇതിന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, മാസ് സിനിമ ആണോ എന്താണ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം മാസിനും ക്ലാസ്സിനും അത് രണ്ടും അല്ലാത്ത ആളുകൾക്കും സാധാരണക്കാർക്കും പാമരനും എന്താ പറയുക പണ്ഡിതനും ഒക്കെ കാണാവുന്ന സിനിമയായിട്ടാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ ഇതിൻ്റെ ആർക്കൊക്കെ ഇഷ്ടപ്പെടും ആർക്കൊക്കെ ഇഷ്ടപ്പെടില്ല എന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ആളുകൾ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. അതും ഒരു സന്തോഷവും ഒരു പേടിയുണ്ട്. എന്തേലും ആട്ടെ, ഇവിടെ ഇറങ്ങാൻ പോയി സാധനം കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ നിങ്ങൾ അമ്പ് വില്ലിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ അത് വരുന്നവരെ കാണട്ടെ എന്നുള്ള വിചാരിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതുകൊണ്ടെന്നൊക്കെ പറഞ്ഞ അവസാനം അത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ ചുറ്റും. അതുകൊണ്ട് ഇന്നും പറയാതെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലോണം ശ്രമിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഈ ആർട്ടിസ്റ്റായാലും ശരി, ടെക്നീഷ്യനായാലും ശരി, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും നമ്മളെ കോപ്പറേറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടു. രാത്രിയും പകലും ലൈറ്റും. സിനിമയുടെ ഒരു ഭൂരിഭാഗം നടക്കുന്ന വേദരാശിയിലാണ്. അവിടെ ഒരു രാത്രി സീനുകൾ ഒരുപാടുണ്ട്. ആളുകൾ രാവിലെ ഉറക്കം വെച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ ഇതുവരെ ഉറങ്ങിയിട്ടില്ല, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇദ്ദേഹത്തിന് അങ്ങനെ എഴുത്തുകാരനായതുകൊണ്ട് ഡയറക്ടർക്ക് പകരം വന്ന ആളാണ്. അപ്പോൾ അല്ല, എഴുത്തുകാരനോട് ചേർത്ത് ഡയറക്ടറെ കൂടെ ചേർത്ത് വന്നതാണ്. പിന്നെ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ പ്രൊമോഷനും കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. കുറച്ചൊക്കെ ഇനിയിപ്പോൾ സിനിമ നന്നായിപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഒന്നുകൂടെ കാണാം. അതൊക്കെ തന്നെ ഉള്ളൂ. വേറെ ഒന്നും പറയാനൊന്നും ആരോഗ്യമില്ല. നമസ്കാരം മമ്മുക്ക. ഓരോ സിനിമകളും ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സക്സസിലേക്ക് ചിലപ്പോൾ എത്തിയെന്ന് വരത്തില്ല. ചിലപ്പോൾ വിചാരിക്കാത്ത സക്സസ്. സിനിമ ഇൻഡസ്ട്രിയിൽ പല സിനിമകൾ എടുക്കുമ്പോഴും അങ്ങനെയാണ്. മമ്മൂക്കയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും പ്രേക്ഷകർ വലിയ തോതിൽ കൈനീട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു സക്സസ്, തുടർച്ചയായിട്ടുണ്ടാകുന്ന സക്സസ് പുതിയൊരു പ്രോജക്റ്റിനെ സമീപിക്കുമ്പോൾ അത് വലിയൊരു പ്രഷറായിട്ട് മാറാറുണ്ടോ? എങ്ങനെയാണ് ആ ഒരു തുടർച്ചയായിട്ടുള്ള സക്സസ് പുതിയ സിനിമകളെ സമീപിക്കുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നത്? സക്സസ് നമ്മൾ തലയിൽ കേട്ടായിരുന്നാൽ മതി. പഴയ നോർമലായിട്ടിരുന്ന ടെൻഷനൊന്നുമില്ല. ഇതിനു മുമ്പ് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം എടുക്കാൻ പോകുന്ന സിനിമയാണ്. ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ അങ്ങനെയാണ്. ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ അടുത്താണ് അഭിനയിക്കാൻ പോകുന്നത്. എൻ്റെ ആദ്യത്തെ സിനിമ. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉള്ളു. അത്രയും സ്ട്രെയിനും എഫർട്ടും ആശങ്കകളൊക്കെ ഉള്ള ആളാണ്. സിനിമ സക്സസ് ആകുക, സക്സസ് ജീവിതത്തിലും നമ്മുടെ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടാവും. അത് സിനിമ എപ്പോഴും ഉണ്ടാവും. ഞാനിപ്പോൾ 42,400 സിനിമകൾ അഭിനയിച്ചത് എല്ലാം സക്സസ്ഫുൾ അല്ല, എല്ലാം ഫെയിലിയറും അല്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ തന്നെ സിനിമയിലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. സിനിമ അല്ലാതെ വേറെ വഴിയില്ല. സിനിമ എടുക്കുകയോ അഭിനയിക്കുകയോ ചെയ്യണം. അത് ഓടുകയില്ല എന്നുള്ളത് ആലോചിച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചങ്ങ് ഇറങ്ങല്ലേ. നമ്മളെല്ലാം അങ്ങനെയാണ്. ജീവിതം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികളോ വിജയങ്ങളൊക്കെ ഉണ്ടാകാം. അത് നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ആവേശം കൊള്ളിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്താൽ പോലും നമ്മുടെ ജീവിതം മുന്നോട്ട് തന്നെ പോവുകയാണ്. ഞാൻ ഒരുപാട് ഫിലോസഫിയായിട്ട് പോയത്. പണ്ട് ബാനറുകൾ നോക്കിയിട്ടായിരുന്നു എല്ലാവരും സിനിമക്ക് പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അതിപ്പോ വീണ്ടും തിരിച്ചു വരുന്നത് പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ മമ്മൂട്ടി കമ്പനി സിനിമ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ അതെ, മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ എൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ ആ ഒരു വലിയ ബാധ്യതയുണ്ട് സിനിമയ്ക്ക്. എന്ന് വെച്ചാൽ ഈ ആളുകളുടെ നമ്മുടെ കുറച്ച് നല്ല സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഈ കൂടെ. അപ്പോൾ അതുപോലെ നമ്മൾ ഇറക്കുമ്പോൾ നമ്മൾ നല്ല സിനിമകളായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതും ഒരു വലിയ ചുമതലയാണ്. ബാധ്യതയാണെന്ന് ഞാൻ പറയുന്നത്. ഒരു ചുമതലയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് നന്നാക്കി എടുക്കുന്ന ഒരു ചുമതലയുണ്ട് എനിക്ക്. കാരണം വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ അടുത്ത് വരുന്നത്. വിശ്വാസം നമ്മുടെ ബാധ്യതയല്ല. അപ്പോൾ നമ്മൾ അവരോട് ചുമതലയാണ് നന്നാക്കി എടുക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഈ പറയുന്ന പോലെ അത്യാവശ്യം ഞാനൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ആ പ്രവണത ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ബാനറുകൾക്ക് ഒരു പ്രശ്നമല്ല. അല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലെന്നേ. നമ്മൾ ഇപ്പോൾ ആളുകൾ ഇറങ്ങുമ്പോഴേ സിനിമയെ പറ്റിയുള്ള ഒരുവിധം എല്ലാ ഹിസ്റ്ററി പ്രൊഫൈലും ഒക്കെ അറിയാം. അപ്പോൾ ഇന്നതുപോലെ ആയിരിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യമൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ബാനർ വാല്യൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, പണ്ടുമുണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന ആൾക്കാർ അറിയാത്തൊരു ബാനറിൽ വന്നാലും വരില്ലേ. ഇപ്പോൾ ഒരു വലിയ സംവിധായകനും അതുപോലത്തെ നടീനന്മാരൊക്കെ വന്നാലും ബാനർ പിന്നീട് രണ്ടാമതേ വരുള്ളൂ. പക്ഷെ ബാനറിനകത്ത് ചിലപ്പോൾ ഈ നടീനന്മാരില്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ സിനിമ കാണുമ്പോൾ അങ്ങനെയുണ്ട്. നമുക്ക് സാധാരണ ഉള്ളതിലും ഭയങ്കരമായിട്ട് എനർജിയിലാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. ഹലോ, സന്തോഷം. എനിക്ക് ഞാൻ പേടിച്ചാ വന്നത്. അല്ല, കഴിഞ്ഞ തവണയൊക്കെ കണ്ടതിനേക്കാൾ കൂടുതൽ എനർജി നമുക്കിവിടെ മുഖത്ത് കാണുന്നുണ്ട്. ഓ,
താങ്ക് യു.